അതായത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെയും പല രാഷ്ട്രീയ നേതാക്കളുടെ അസാന്നിധ്യം ഇവിടെ ഉണ്ട്, ശ്രദ്ധേയമല്ലേ? BJP അല്ലാതെ മറ്റാരും ഇവിടെ വന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടില്ല. മാത്രമല്ല ഇതൊരു BJPയുടെ പരിപാടി എന്ന നിലയ്ക്കാണ് പലരും ഇതിനെ വിലയിരുത്തി മാറി നിൽക്കുന്നത്. അങ്ങനെ കരുതാൻ മതി. കാരണം ഇവിടെ എല്ലാ മതവിശ്വാസികൾക്കും, അതായത് മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യൻ മതമാകട്ടെ, ഹിന്ദു മതമാകട്ടെ, എല്ലാ വ്യക്തിക്കും അവന്റെ മതവിശ്വാസത്തിന് സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ പ്രത്യേകമായിട്ട് സനാതന ധർമ്മത്തോട് മാത്രം ഈ വെല്ലുവിളി എന്തുകൊണ്ടാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും നടത്തുന്നത് എന്നുള്ള ചോദ്യം ഈ മഹാമേളയ്ക്ക് ശേഷം, മഹാമാഗത്തിന് ശേഷം ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം അത് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്ന ശ്രീമാൻ VD സതീശൻ എന്തുകൊണ്ടാണ് മഹാമാഗ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ വരാതിരുന്നത്? അപ്പോ കാവി, സർവസംഘ പരിത്യാഗത്തിന്റെ നിറമാണ് കാവി. സന്യാസം എന്ന് പറയുന്നത് ഒന്നും വേണ്ടാത്തവരുടേതാണ്. അതായത് ഹൃദയത്തിന് വലിയ ത്യാഗികളുടെ മനസ്സുള്ളവർക്ക് മാത്രമേ സന്യാസം സ്വീകരിക്കാൻ സാധിക്കൂ. നമ്മുടെ ഈ കാലടിയിൽ നിന്നാണ് ആദിശങ്കരൻ അദ്ദേഹത്തിന്റെ പാദസ്പർശം കൊണ്ട് ഈ രാജ്യം മുഴുവൻ മഠങ്ങൾ സ്ഥാപിച്ചത്. അദ്ദേഹം ഇവിടെ നിന്ന് യാത്ര ചെയ്തു പോയി രാജ്യം മുഴുവൻ മഠങ്ങൾ സ്ഥാപിച്ച് ലോകം ഈ വലിയ പ്രവാചകനായിട്ട്, വലിയ സിദ്ധാന്തത്തിന്റെ ആളായിട്ട് ഇന്നും എന്താണ് പ്രവാചകൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് മതപണ്ഡിതൻ എന്ന് പറയുന്നത്, എന്താണ് ഈശ്വരീയമായിട്ടുള്ള സന്യാസി എന്ന് പറയുന്നത്, എല്ലാം ഒന്നാണ്. മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനുള്ള വാക്കുകൾ, അത് ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾ പ്രവാചകൻ എന്ന് പറയും. എന്നാൽ എല്ലാത്തിന്റെയും അർത്ഥം ഒന്നാണ്. അപ്പൊ ഇവിടെ ഈ മലപ്പുറം ജില്ലയിൽ മുസ്ലിം ജനസാമാന്യം തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ ഈ കാവിയുടുത്ത കാവി നിറത്തെ കാണുമ്പോൾ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനത അതിനെ അവർ ഭയപ്പാടോടുകൂടി കാണുമോ എന്നാണ് പ്രതിപക്ഷ നേതാവ് ഭയപ്പെട്ടത്. പക്ഷേ മലപ്പുറം ജില്ലയിൽ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർക്ക് അവരുടെ മതവും നിങ്ങൾക്ക് നിങ്ങളുടെ മതവും എന്ന് കരുതിക്കൊണ്ട് സ്വന്തം വീടിന്റെ വാതിലുകൾ ഇവിടുത്തെ സന്യാസിമാർക്കും അതുപോലെ തന്നെ ഈ മേളയിൽ പങ്കെടുക്കാൻ വരുന്നവർക്കും, മഹാമാഗത്തിൽ പങ്കെടുക്കാൻ വരുന്നവർക്കും, ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കാറ് പാർക്ക് ചെയ്യൂ, ഞങ്ങൾ നിങ്ങൾക്ക് വെള്ളം കലക്കി തരണോ എന്ന് ചോദിക്കുന്ന വലിയ ബഹുസ്വരതയുടെ നാടായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. എന്നാൽ ശരിയാണ്, എപ്പോഴും പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPIയുടെയും അവരുടെ ചില ഭീകരവാദ സംഘടനകളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന, അതിൽ മത്സരം നടത്തുന്നവരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും. അതുകൊണ്ടാണ് ഈ മഹാമാഗത്തെ അവർ തിരസ്കരിച്ചത്. അത് തീർച്ചയായിട്ടും വിവേകമതികളായിട്ടുള്ള മനുഷ്യർ മനസ്സിലാക്കും. കളക്ടർ പോലും അംഗീകാരം കൊടുക്കാൻ പാടില്ല എന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി പറഞ്ഞ ഒരു സ്ഥലത്താണ് ആളുകൾ അങ്ങോട്ട് ഇറങ്ങി. അവർ സ്വയം പാലമുണ്ടാക്കി, അവർ സ്വയം ആളുകൾക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ തുടങ്ങി. ഇന്ന് ദിവസങ്ങളോളം 1 രൂപ പോലും പ്രതിഫലം പറ്റാതെ ആളുകൾ ഇവിടെ സേവനം ചെയ്യുകയാണ്. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ എത്രയോ ആളുകൾ വീടും കുടുംബവും ഉപേക്ഷിച്ചുകൊണ്ട് ഇവിടെ വന്ന് സർവീസ് നടത്തുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതെല്ലാം മനുഷ്യർ മനസ്സിലാക്കുന്നുണ്ട്. അത് നാളിൽ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഒരു ഇസ്ലാം മതവിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഉംറയ്ക്ക് പോവുക, അല്ലെങ്കിൽ ഹജ്ജിന് പോവുക എന്ന് പറയുന്നത് പോലെ മഹാസ്നാനങ്ങൾ നടത്തുക എന്നുള്ളത് ഒരു ഹിന്ദു മതവിശ്വാസിയുടെ ആഗ്രഹമാണ്, ചിന്തയാണ്. അപ്പൊ അതിനെ തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് മറ്റു മതസ്ഥർ പോലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇത് ശബരിമലയിലെ കൊള്ള നടത്തിയ ആളുകളെ പോലെ, ആ കേസ് ചർച്ച ചെയ്യപ്പെട്ടതുപോലെ ഓരോ വ്യക്തിയുടെയും മനസ്സിൽ അത് പ്രകമ്പനം സൃഷ്ടിക്കുന്നത് പോലെ തന്നെ ഈ മഹാമാഗ തിരസ്കരണം ഉണ്ടല്ലോ, അത് ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും തിരസ്കരണം അത് ചർച്ചയാക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.